രസകരമായി സംസാരിക്കുന്ന ഗായിക റിമി ടോമിയെയാണ് ആരാധകർ കണ്ടിട്ടുള്ളത്. എത്രയോ വലിയ പ്രഗത്ഭരുടെ തമാശ പറഞ്ഞ് കയ്യിലാക്കാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. സംഗീത സംവിധായകൻ ശരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് വലിയ അകൽച്ചയുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് റിമി ടോമി തുറന്ന് സംസാരിക്കുകയാണ്. എന്നെ കളിയാക്കൽ വിഷമമുണ്ടാകും. നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ വ്യക്തിയോട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും. ഞാൻ ഒന്നും മുന്നിൽ ഉൾപ്പെടുത്തി പറയുന്ന എല്ലാവരും ഒരു സെക്കൻഡിലാണ് എടുക്കുന്നത്. റിമി മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകൾ ആരും പറഞ്ഞിട്ടില്ല. താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരിക്കുമെന്ന് റിമി ടോമി തുറന്നു പറഞ്ഞു. പിണക്കമുണ്ടെങ്കിലും പപ്പ മരിച്ച സമയത്ത് അദ്ദേഹം വന്നു വിളിച്ചു. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യവുമില്ല. പി ജയചന്ദ്രൻ സാറും ശരത് സാറുമൊക്കെ എല്ലാവരും റിയാലിറ്റി ഷോ എന്നെ ഈ ചാനലിൽ നിന്ന് വിളിച്ചു. ഞാനും അതിൽ ജഡ്ജ് ആയിരുന്നു. എന്നാൽ എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത് 4 ദിവസത്തെ ഷൂട്ടിംഗ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിറങ്ങി ശരത്തേട്ടനെയും എന്റെയും തമാശ രീതിയും ഒരുപോലെയാണോ? ഞാനും അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ്. അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ശരത്തേട്ടനോടൊപ്പം കൂടുതലുള്ള ജഡ്ജസിന്റെ പെരുമാറ്റം മോശമായിരുന്നു റിമി ടോമി പറയുന്നു. പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല. അദ്ദേഹം എന്നോട് എങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായിരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു എന്നും റിമി ടോമി പറഞ്ഞു. ശരത്തേട്ടനെ കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞതല്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് പോലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് വിഷമിപ്പിച്ച ഒരു സമയമായിരുന്നു അത്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഇതുവരെ മറക്കാൻ സാധിച്ചിട്ടില്ല. കരിയറിൽ ഒരുപാട് വിവാദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ശ്രദ്ധിക്കുന്ന ഒരു ഗായിക തന്നെയാണ് റിമി ടോമി. ഏറെക്കാലമായി അഭിമുഖങ്ങളിൽ പോലും റിമി ടോമി നൽകാറില്ല. മ്യൂസിക് ഷോകളിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം കരിയറിലെ തിരക്കിലാണ് റിമി ടോമി. ഇപ്പോൾ നിരവധി റിയാലിറ്റി ഷോകളാണ് റിമി ടോമി ജഡ്ജായി എത്തിയിട്ടുള്ളത്. ഗായിക എന്നതിനൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന മികച്ച പെർഫോമർ കൂടിയാണ് റിമി ടോമി. റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരാണ് മാർക്കറ്റ് വാല്യൂ ഷോകളിൽ റിമിക്ക് ലഭിക്കാനും കാരണം താൻ ഒരുപാട് തമാശകളെല്ലാം പറയുന്ന വ്യക്തിയാണെന്നും പക്ഷെ അതൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടല്ല എന്നും ഞാൻ അത് എപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നും ആരുടെയും മനസ്സിന് താൻ കാരണം ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നും ഞാൻ എപ്പോഴും നോക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു എന്നും പക്ഷെ ഞങ്ങളത് സംസാരിച്ച് തീർക്കുകയും ചെയ്തു എന്നും എന്നാലും എൻ്റെ മനസ്സിൽ ഒരു കരടായി ആ വാക്കുകൾ പലപ്പോഴും കടന്നു വരാറുണ്ടെന്നും റിമി ടോമി വ്യക്തമാക്കിയിരുന്നു. നിങ്ങൾക്ക് റിമി ടോമിയെ ഇഷ്ടമാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.